പരമ്പരാഗത കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദ്വിതീയ കൃഷി രീതികൾക്ക് പ്രാധാന്യം നൽകി കർഷകർക്ക് വിപണിയും വരുമാനവും ഉറപ്പാക്കണമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്. കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിലുള്ള ഉളിയക്കോവിൽ സർവീസ് സഹകരണ ബാങ്ക് അനുവദിച്ച കേരള ഗ്രോ ബ്രാൻഡഡ് ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വിവിധ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുപരി അവയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് ചെയ്ത് വിപണിയിലെത്തിക്കുക എന്നത് അനിവാര്യമാണ്. ഇതിനായാണ് കേരള ഗ്രോ എന്ന പേരിൽ ബ്രാൻഡിംഗ് സംവിധാനം നടപ്പിലാക്കിയതെന്നും മന്ത്രി പറഞ്ഞു. മികച്ച ഗുണമേന്മയും യാതൊരു കലർപ്പുമില്ലാത്ത ശുദ്ധമായ സാധനങ്ങൾ മിതമായ വിലയിലാണ് കേരള ഗ്രോ ഉൽപ്പന്നങ്ങളായി എത്തുക. കൊല്ലം ജില്ലയിലെ ആദ്യത്തെ ഷോറൂമാണ് ഉളിയക്കോവിൽ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്നത്. 176 കൃഷിഭവനുകളിലൂടെ 3000-ലധികം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇതിൽ 800-ലധികം ഉൽപ്പന്നങ്ങൾ കേരള ഗ്രോ ബ്രാൻഡിലേക്ക് മാറിയിട്ടുണ്ട്. ഓൺലൈൻ വിപണന സൈറ്റുകൾ ലഭ്യമായിട്ടുള്ളതിനാൽ വിദേശ രാജ്യങ്ങളിലുൾപ്പെടെ ഉൽപ്പന്നങ്ങൾ വിപണി ഉറപ്പാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയം എനിക്കും ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കും ഉണ്ടായിരുന്നു. കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കണം നമ്മൾ എപ്പോഴും പറയും. അതെന്തിനാണ് പറയുന്നത് ചോദിച്ചാൽ കർഷകന്റെ വരുമാനത്തിന്റെ വർധനമാണ്. കർഷകന്റെ വരുമാനം വർദ്ധിക്കാൻ ഉൽപ്പന്നം കൃഷി ചെയ്തെടുത്തിട്ട് ആ ഉൽപ്പന്നം അങ്ങോട്ട് കൊണ്ടുവന്ന് വിറ്റാ പറഞ്ഞാൽ വലിയ പൈസ കിട്ടുമൊന്നുമില്ല. ഒരു വാഴക്കൊടിക്ക് കിട്ടാൻ പറ്റാവുന്ന പരമാവധി പൈസയ്ക്ക് ഉണ്ടാവും. ചില അവസരത്തിൽ വലിയ വില കിട്ടുന്നില്ല, എങ്കിലും ഒരു മിനിമം വിലയുണ്ട്, അതിനപ്പുറത്തേക്ക് അത് പോവില്ല. അതേപോലെയാണ് ഓരോ ഉൽപ്പന്നത്തിൻ്റെയും കാര്യത്തിൽ. ആ മിനിമം വിലയോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഇച്ചിരി വലിയ വിലയോ കിട്ടിയതുകൊണ്ടൊന്നും ചിലപ്പോൾ ഒരു കർഷകൻ മുമ്പോട്ട് കൊണ്ടുപോകാനും പ്രയാസമാണ്. അപ്പം കൃഷിക്കാരൻ്റെ വരുമാനത്തിൽ വർധനവ് കൂടണമെങ്കിൽ സെക്കൻഡറി അഗ്രികൾച്ചറിന് പ്രാധാന്യം കൊടുക്കണം. ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത് പ്രൈമറി അഗ്രികൾച്ചറിനാണ്. പ്രൈമറി അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്നു, കാർഷികോൽപ്പന്നത്തിൻ്റെ വിളവെടുക്കുന്നു, അത് വിൽക്കുന്നു, ആ കിട്ടുന്ന പൈസ, അത് മാത്രമാണ് കാലങ്ങളായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന രീതി. അതാണ് പ്രൈമറി അഗ്രികൾച്ചർ, പ്രാഥമിക ഘട്ടം അതാണ്. സെക്കൻഡറി അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഉൽപ്പന്നത്തിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കുക, അതിൻ്റെ വിപണനം നടത്തുക, ഇതെല്ലാം ഈ സെക്കൻഡറി അഗ്രികൾച്ചറിനകത്ത് വരുന്നതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ ഈ പ്രൈമറിയിൽ നിൽക്കുകയാണ്. സെക്കൻഡറിയിലോട്ട് നമുക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. ഏറ്റവും കൂടുതൽ പണം കിട്ടുന്നൊരു മേഖല ഈ സെക്കൻഡറി ആണ്, സെക്കൻഡറി അഗ്രികൾച്ചറാണ്. അപ്പോൾ നമ്മളൊരു ഏത്തക്കൊല വിൽക്കാൻ തീരുമാനിച്ചാൽ ആ ഏത്തക്കൊലയ്ക്ക് കിട്ടാവുന്നൊരു ചെറിയ പൈസയ്ക്ക് ഉണ്ട്, അതിന് അപ്പുറത്തേക്കൊന്നും പോവില്ല. പക്ഷെ അത് നമ്മൾ ചിപ്സ് ആക്കിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഐറ്റങ്ങളാക്കി വരുമ്പോഴേക്കും മൂല്യവർദ്ധിത ഉൽപ്പന്നമായി, അപ്പോൾ അതിൻ്റെ വില കൂടുകയാണ്. അപ്പോൾ നമുക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് ചിപ്സ് ഉണ്ടാക്കാം. ഒരു വലിയ ഉരുളക്കിഴങ്ങിനാണ് ഞാൻ പറയുന്നത്. ഞാൻ ആ ഉരുളക്കിഴങ്ങിൻ്റെ ഉദാഹരണം പെട്ടെന്ന് ഏത്തക്കൊലയിൽ നിന്ന് ഉരുളക്കിഴങ്ങിലേക്ക് പോകാനുള്ള കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ചിപ്സ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഉരുളക്കിഴങ്ങിൻ്റെ ചിപ്സാണ്. വീടുകളിലൊക്കെ നിങ്ങളൊക്കെ വാങ്ങിക്കുന്നതായിരിക്കും, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഒരു വലിയ ഉരുളക്കിഴങ്ങുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് ചിപ്സിനുള്ളതായി. അതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണ വേണ്ടി വന്നു, ഇച്ചിരി ഉപ്പ് അതിനകത്ത് വേണ്ടി വന്നു, ഒരു നൈട്രജൻ കൂടി അതിനകത്ത് കയറ്റേണ്ടി വന്നു. ഇത്രയേ ഉള്ളൂ ഈ വറക്കാൻ വേണ്ടി വന്നതും. പിന്നെ നല്ല മനോഹരമായ പാക്കിങ്, നല്ല പരസ്യം. ഉരുളക്കിഴങ്ങിന് ഒരു 25 പൈസയ്ക്ക് കൂടുതൽ 25 പൈസ പോലും വില വരുന്നില്ല ആ ഉരുളക്കിഴങ്ങിന്. പക്ഷേ ആ ഉൽപ്പന്നത്തിൻ്റെ വില എത്രമാൽ വർദ്ധിച്ചെന്ന് ആലോചിച്ചുണ്ട്. ഇതാർക്കാണ് ഈ വർധനവ് കൊണ്ടുപോയതെല്ലാം? ഈ ഉൽപ്പന്നം, മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കിയവരാണ് കൊണ്ടുപോയത്. അപ്പോൾ ഈ സെക്കൻഡറി അഗ്രികൾച്ചർ നമ്മുടെ നാട്ടിലെ സാധാരണ കർഷകന്റെ കയ്യിലല്ല. സെക്കൻഡറി അഗ്രികൾച്ചറിലേക്ക് നിൽക്കുന്നത് വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ അടക്കമുള്ളവർ ഈ രംഗത്തേക്ക് നിൽക്കുകയും കർഷകന് അതിനകത്ത് ഒരു ഇടപെടലില്ലാതെ നിൽക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ വരുമാനം വർദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി ഈ സെക്കൻഡറി അഗ്രികൾച്ചർ കൃഷിക്കാരന്റെ മുൻകൈയിൽ നടക്കുക എന്നുള്ളതാണ്. എം മുകേഷ് MLA അധ്യക്ഷനായി. മേയർ പ്രസന്ന ഏണസ്റ്റ് ആദ്യ വിൽപ്പന നടത്തി. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി രാജേന്ദ്രബാബു, കൃഷിവകുപ്പ് ഡയറക്ടർ ഡോക്ടർ അദീന അബ്ദുള്ള, ജില്ലാ കളക്ടർ N ദേവിദാസ്, കേരള ബാങ്ക് ഡയറക്ടർ അഡ്വക്കേറ്റ് G ലാലു തുടങ്ങിയവർ സംസാരിച്ചു.